നമസ്കാരം. എലൈറ്റ് എക്സ്പെർട്ടൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റില്ലി. ഞാൻ നവംബറിൽ ക്യാപ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. സോ കഴിഞ്ഞ മാർച്ച് റിസൾട്ടിൽ എലൈറ്റ് എക്സ്പെർട്ടൈസിന് 94% വിജയശതമാനം ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെയുള്ളത് അമലാണ്. അമൽ കഴിഞ്ഞ മാർച്ച് ബാച്ചിൽ ക്യാപ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ് അമൽ. അമലിനെ കുറിച്ചൊന്ന് പറയാവോ? ബാക്ക്ഗ്രൗണ്ടും എവിടെയാ പഠിച്ചത്, ഗ്രാജുവേഷൻ എപ്പോഴായിരുന്നൊക്കെ? എൻ്റെ പേര് അമൽ. അപ്പം ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം സ്ഥലത്താണ്. ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്. ഞാൻ 2023 ഫാമിലി ഗ്രാജുവേറ്റ്. ക്യാപ്സ് ചൂസ് ചെയ്യാനുള്ള കാര്യം എന്താ? ക്യാപ്സ് ഫാമിലി എന്നെ കോഴ്സിന് വിട്ടപ്പോൾ തന്നെ പുറത്തോട്ട് ജോലി എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത് വിട്ടത്. അപ്പം കറങ്ങി തിരിഞ്ഞ് ക്യാപ്സിലോട്ട് എത്തിയതാണ് കോഴ്സൊക്കെ എടുത്തത്. എത്ര മന്ത് പ്രിപ്പയർ ചെയ്തു ക്യാപ്സിന് വേണ്ടി? ഞാൻ കറക്റ്റ് 3 മാസം, ഡിസംബർ 1 ജോയിൻ ചെയ്ത് കറക്റ്റ് മാർച്ച് 5 എക്സാം. എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടോ ക്യാപ്സ് പ്രിപ്പറേഷന് വേണ്ടി ഇനിയുള്ള ആസ്പിറൻസിനോട് പറയാം? ആസ്പിറൻസിനോട് പറയാൻ, നിങ്ങൾക്ക് ഫസ്റ്റ് ട്രൈയിൽ ക്യാപ്സ് കിട്ടണമെങ്കിൽ ഏറ്റവും ഇപ്പം എൻ്റെ അനുഭവം വെച്ച് ഫസ്റ്റ് എലൈറ്റ് എക്സ്പെർട്ട് കറക്റ്റ് 3 months കോച്ചിങ്ങിലാണ് ഞാൻ പാസ്സായത്. വേറെ എങ്ങനെയാ ലൈക്ക് അമൽ എങ്ങനെയാ പഠിച്ചതൊക്കെ? എന്തായിരുന്നു അമലിന്റെ സ്ട്രാറ്റജി? ഞാൻ സത്യം പറഞ്ഞ ആദ്യം ഈ കോച്ചിങ് ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പോയി പുറത്ത് കടയിൽ പോയി മറ്റേ ലിപ്പിംഗ് കോട്ട് ടെക്സ്റ്റൊക്കെ സെറോക്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിയപ്പോഴാണ് മാം പറഞ്ഞത് ഞങ്ങളെ പുറത്തുനിന്നുള്ള ലെക്ചറൊന്ന് ഫോളോ ചെയ്യരുത്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ബുക്സ് ഒന്ന് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ തൊട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ലെക്ചർ ഫോളോ ചെയ്യുക, മോട്ടിവേറ്റ് മാത്രം ചെയ്തു. ശരിക്കും മാമിന്റെ ലെക്ചേഴ്സും ക്ലാസ്സും മാത്രം മതി നമുക്ക് പാസ്സാവാൻ. അതിന് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല, ഞാൻ പുറത്തുനിന്ന് ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് മാം തന്നേക്കുന്ന അതേ നോട്ട്സും അതേ ക്ലാസ്സും അങ്ങനെ പഠിക്കുകയേ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല പുറത്തുനിന്ന്. എന്റെ കാര്യത്തിൽ എനിക്ക് ഹാൻഡ് ഔട്ട്സ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ ലെക്ചറും നോക്കും തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഹാൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. നമുക്ക് കുറെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ എക്സാമിന്. അതൊക്കെ ടാക്കിൾ ചെയ്യാൻ എലൈറ്റ് എക്സ്പെർട്ടൈസ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കോച്ചിങ് അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ കാര്യം തന്നെ ഇതൊരു വീഡിയോ കണ്ടിട്ടാണ്. അപ്പം അതിന്റെ പുള്ളിക്കാർ പറഞ്ഞു, സക്സസ് ആയ വ്യക്തി പറഞ്ഞത് കൺസെപ്റ്റ് ബേസ്ഡ് കോച്ചിങ് ആയിരിക്കും. അപ്പം ആ പോയിന്റ് കിട്ടിയോണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ജോയിൻ ചെയ്യാൻ കാരണം. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എക്സാമിൽ ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റ് ബേസ്ഡ് ആണോ അല്ലെന്നും അറിയത്തില്ല. പക്ഷെ നമുക്ക് ടാക്ക് ചെയ്യാൻ ഈസി ആയിരുന്നു. എനിക്കത് പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല സത്യം. പിന്നെ അവര് പഠിപ്പിക്കുമ്പോഴും സാറും മാമും പഠിപ്പിക്കുമ്പോഴും നമ്മളെ കോൺസെപ്റ്റ് വെച്ചിട്ട് ബേസിക്കിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കതുകൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുമല്ലേ? വർഷങ്ങളായിട്ട് ഒത്തിരി നമ്മൾ ക്ലാസ് പലതും കേൾക്കുന്നുണ്ട് ചെറുപ്പം തൊട്ട്. അപ്പൊ അതെല്ലാം ചെതറി കിടക്കുക. സത്യം പറഞ്ഞാൽ ഇവരത് കണക്ട് ചെയ്ത് കൺസെപ്റ്റ് എല്ലാം നമ്മുടെ തന്നെ ഓൾറെഡി ഉള്ളത് തന്നെ ഇവരൊന്ന് കണക്ട് റൂട്ടിലോട്ട് വിട്ടത് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള ക്യാപ്സ് ആസ്പിറൻസിന് എലൈറ്റ് എക്സ്പെർട്ടൈസിന് എത്രത്തോളം റെക്കമെൻഡ് ചെയ്യും? ഞാൻ 100% റെക്കമെൻഡ് ചെയ്യും. ഇപ്പൊ തന്നെ എനിക്ക് പറയാൻ പറ്റുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഫോളോ എന്നോട് ചോദിച്ചിട്ടുള്ളത് കുറച്ച് പേരോടൊക്കെ, അറിഞ്ഞവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ചൂസ് ചെയ്തിട്ടുള്ളവർ. ഇനി എഴുതാൻ പോകുന്നവരോട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ് പറയാനുണ്ടോ? എഴുതാൻ പോകുന്നവരോട് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ക്യാപ് ക്രാക്ക് ചെയ്യാൻ നമ്മുടെ ഫ്രണ്ടിൽ കറക്റ്റ് അധികം നാൾ എടുക്കാമെന്ന് കറക്റ്റ് 3 month കോച്ചിങ്ങേ ഉള്ളൂ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹമാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് എലൈറ്റ് യൂസ് ചെയ്യാം എൻ്റെ അഭിപ്രായം. അപ്പോ ഇനിയുള്ള മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. PT ഒക്കെ എഴുതാൻ പറ്റട്ടെ, പിന്നെ EO ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റട്ടെ, വിസ ഒക്കെ വരട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്.